ഹായ് കൂട്ടുകാരെ, എല്ലാവരും ഹാപ്പി അല്ലേ? ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇന്ന് അടുക്കളപ്പണിയെ കഴിഞ്ഞപ്പോൾ തോന്നി കുറച്ച് നേരം പറമ്പിലൂടെയൊക്കെ നടക്കാമെന്ന്. ദേ പറമ്പിൽ ഇറങ്ങി നടന്നപ്പോൾ ഇല്ലേ, നല്ല സുന്ദരമായ കാഴ്ചയാണ് കണ്ടത്. ഒരു മയിൽ അവിടെ വന്ന് സുഖിച്ചിരിക്കുക. അവൻ്റെ ഒപ്പം ഞാനും കുറച്ച് നേരം പറമ്പിലൂടെയൊക്കെ നടന്നു. അവനങ്ങനെ ഓടിപ്പോയെന്നില്ല കേട്ടോ, സ്ഥിരമായിട്ട് ഇങ്ങനെ വരുന്ന ആളാണ്. അപ്പോൾ അവൻ്റെ കൂടെ കുറച്ച് നേരം നടന്നു, അവൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. അവനും ഹാപ്പി, ഞാനും ഹാപ്പി. അത് കഴിഞ്ഞ് ശുദ്ധവായുവൊക്കെ ശ്വസിക്കലൊക്കെ കഴിഞ്ഞ് മെല്ലെ അകത്തേക്ക് കയറി. ഇപ്പോൾ മക്കളിതാ ഫ്രിഡ്ജിൽ സ്പൈഡർമാൻ ഒട്ടിച്ച് കളിക്കുക. സ്പൈഡർമാൻ എങ്ങനെ എറിഞ്ഞ് നിർത്തി കഴിഞ്ഞാലേ അവർ മറിഞ്ഞ് ഇങ്ങനെ വരും കേട്ടോ. അത് കാണാൻ നല്ല രസമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആകാംക്ഷയോടെ വാ തുറന്നിങ്ങനെ ഇരിക്കില്ലേ, അതുപോലെ ഇതിങ്ങനെ വീഴുമ്പോൾ നോക്കി എല്ലാവരും ഇങ്ങനെ ഒപ്പം താഴേക്ക് നമ്മളിങ്ങനെ തല കുനിച്ച് പോകും. അതിൻ്റെ ഒപ്പം നല്ല രസമാണ്. നല്ല പോലെ അത് ആസ്വദിച്ച് മക്കളിനൊപ്പം ഇരുന്ന് കുറച്ച് സമയം മെൻ്റലി നല്ല റിലീഫാട്ടോ അവരുടെ കൂടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ കളിക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞപ്പോൾ തോന്നി എന്തെങ്കിലും കുറച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നാവുമല്ലോ എന്ന്. മെല്ലെ അടുക്കളയിൽ നിന്ന് സ്നാക്സ് ബോക്സ് തുറന്നപ്പോൾ നാട്ടിൻപുറങ്ങളിൽ പണ്ട് കാലങ്ങളിൽ കല്യാണ റിസപ്ഷനൊക്കെ ഫേവറേറ്റ് ഐറ്റം എന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതിലൊരു 2 ഐറ്റം എന്നൊരു വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, ലഡുവും മിക്സറും. ഈ 2 സാധനവും കൂടെ എടുത്തിട്ട് സ്പൈഡർമാൻ്റെ കളിയും കണ്ട് നല്ലപോലെ, അതായത് ലഡുവും മിക്സറും നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ടൊന്ന് കഴിച്ചു നോക്കും. ഒന്ന് നിങ്ങൾ ആരും കഴിച്ചു നോക്കിയിട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ആ ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും. കൊതി വരുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് കഴിച്ച് ആസ്വദിച്ച് കഴിക്കാന്നൊക്കെ പറയില്ലേ, അതങ്ങനെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തോന്നി എന്നാൽ കുറച്ച് നേരം പോയിട്ട് എന്തെങ്കിലും ബുക്കൊക്കെ വായിക്കാമെന്ന് വിചാരിച്ചു മെല്ലെ ബുക്സ് എടുക്കാൻ പോയതാ. ദേ വിദ്വാൻ യോഗാസനത്തിലാ. ഇനി എന്ത് യോഗ ചെയ്തിട്ട് എങ്ങനെ സ്ലിം ആവാന്ന് അറിയില്ല. പുൽച്ചാടി കുഞ്ഞൻ വന്നിട്ട് കൈയും കാലും ഒക്കെ മസിൽ വരുത്താനാണോ ഇനി യോഗയാണോ എന്താണെന്നറിയില്ല. നല്ല കുറുമ്പൊന്നും ഇല്ലാതെ അവൻ സൈലൻ്റായിട്ട് ആരും ശല്യപ്പെടുത്താതെ ബുക്കിൻ്റെ പുറത്ത് കയറി നിന്നിട്ടുള്ള യോഗാസനം കേട്ടോ. അത് കണ്ട് കുറച്ച് നേരം നിന്നു. അപ്പോൾ തോന്നി ശരി അവൻ യോഗ ചെയ്യട്ടെ, ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാലോ എന്ന് പറഞ്ഞ് ഹാളിൽ വന്ന് സെറ്റിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. അപ്പോൾ തോന്നി എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാൻ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മളുടെ ആഗ്രഹമൊക്കെ നമ്മൾ കുറച്ച് സമയം ചിലവഴിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു പണിയാണ് ഈ ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ, അതിങ്ങനെ കുറച്ച് സമയം കുറച്ച് സെക്കൻഡ്, ഒരു 30 സെക്കൻഡ് 40 ഒരു മിനിറ്റ് വരെയൊക്കെ എനിക്ക് പിടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും മൈൻഡ് ഇങ്ങനെ എന്താ പറയുക നല്ല റിലീഫായിട്ട് വരും. റിലാക്സ് ചെയ്യാൻ പറ്റും, കോൺസെൻട്രേഷൻ കിട്ടും നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ഒരു കാര്യത്തിൽ നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്ക് കൂടെയാണത്. അത് കഴിഞ്ഞപ്പോൾ അപ്പുറത്തൊരു PP ഇരിക്കുന്നുണ്ടായിരുന്നു. വേല കഴിഞ്ഞപ്പോൾ വാങ്ങിച്ചൊരു PP, അതിങ്ങനെ കേടുവരാതെയും പൊട്ടിക്കാതെ ആരും ഒന്നും ചെയ്യാതിരിക്കുന്നുണ്ടോ, അതെടുത്ത് ഊതി വീർപ്പിച്ചിട്ട് വളരെ സന്തോഷം. അതിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് ഇപ്പം കേൾപ്പിച്ച് തരാം കേട്ടോ. ഹാപ്പി അതും കൂടെ നിങ്ങളെ കേൾപ്പിച്ചപ്പോൾ ഞാൻ ഇതിലും വരെ ആനന്ദം വേറെ എന്തിരിക്കുന്നു എനിക്ക് എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ PP കൂടി എല്ലാവരും ശബ്ദമൊക്കെ കേട്ടോളൂ, ആസ്വദിച്ച് ആനന്ദിച്ച്. ഓക്കെ, ബൈ.